ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി മഹാ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഷ്ട സീരിയൽ മഹാലക്ഷ്മി ഇന്ന് മഹാ എപ്പിസോഡാണ്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള പരമ്പരയായിട്ടാട്ടോ ഇന്ന് വരുന്നത്. അങ്ങനെ മഞ്ജുവിനെ വീട്ടിലെ അമ്മയും ആങ്ങളെയും അതുപോലെ തന്നെ ആങ്ങളുടെ ഭാര്യയായിട്ടുള്ള കരുണയും കൂടി അടിച്ചു പുറത്താക്കാണ്. അത് കണ്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മിയും അതുപോലെ തന്നെ കണ്ണനും വരുന്നുണ്ട്. മഹാലക്ഷ്മിയും കണ്ണനോടും അപേക്ഷിക്കുന്നുണ്ട്, സാഗറിനെ രക്ഷിക്കണം. സാഗർ പഴയ ആളല്ല ഏട്ടാ എടുത്തി, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. സാഗർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് സാഗറിൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം സാഗറിനോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ അത് ഇവിടെ വന്ന് ഞങ്ങളോട് പറയണമായിരുന്നു. പക്ഷെ നീ അവൻ്റെ കൂടെ ഇറങ്ങി പോവാ ചെയ്തത്. അവനെക്കുറിച്ച് നല്ലതൊന്നും നീ പറയണ്ട, അവൻ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് കണ്ണൻ പറയണം. സാഗറിന് കള്ളക്കേസിലാണ് ഇപ്പോൾ മേഘനാഥൻ കുടുക്കിയിരിക്കുന്നത്. കള്ളക്കേസാണോ എന്തോന്നുള്ളതെന്നൊക്കെ ഞങ്ങൾക്കറിയില്ല. എന്തായാലും സാഗറിന്റെ സ്വഭാവം വെച്ചിട്ട് അവൻ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഒക്കെ ഉണ്ട് എന്ന് കണ്ണൻ പറയാണ്. ഏട്ടാ, ഞാൻ പറഞ്ഞ സത്യമാണ്, ഒരിക്കലും സാഗർ അങ്ങനെ ചെയ്യില്ല. സാഗർ പഴയ പോലെയൊന്നും അല്ല. സാഗർ അന്ന് ചെയ്തു തന്നെ മേഘനാഥന്റെ നിർബന്ധിച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്തത്. അതിൽ ഇപ്പൊ സാഗറിന് വലത്ത് കുറ്റബോധവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപേക്ഷിക്കുകയാണ്. പക്ഷെ അതൊന്നും തന്നെ മഹാലക്ഷ്മി കണ്ണനും കേൾക്കുന്നില്ല. നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, തെറ്റ് ന്യായീകരിക്കേണ്ട എന്ന രീതിയിൽ തന്നെയാണ് പറയണത്. അത് കേൾക്കുമ്പോ അമ്മക്കും ഉണ്ണിക്കൊക്കെ സന്തോഷാവാട്ടോ. നീ എന്തിനാടി ഇനി ഇവിടെ നിൽക്കണത്, ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ. മഞ്ജു പറഞ്ഞിട്ട്, ഏട്ടാ എടത്തി പ്ലീസ് സാഗറിനെ രക്ഷിക്കണം, അല്ലെങ്കിൽ പോലീസുകാർ സാഗറിന്റെ മേൽ കൈവെക്കും, എല്ലാ ദേഷ്യവും സാഗറിന്റെ അടുത്ത് തീർക്കും, സാഗറിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. അത് കാണുമ്പോഴേക്കും അമ്മ പറഞ്ഞിട്ട്, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരുന്നില്ലേ, നീ എവിടെയെങ്കിലും പോയിട്ടെ നടു റോട്ടിൽ ഒരു ടവല് വിരിച്ചിട്ട് അവിടെ പോയി ഭിക്ഷ എടുക്ക്, എന്നിട്ട് ജീവിക്കടി എന്നൊക്കെ പറയണം. സാഗർ വന്നിരിക്കുന്നത്, സാഗറിനക്കാർ എത്രയോ നല്ലതാടി, ആ മേഘനാഥൻ പോടി ഇറങ്ങിപ്പോടി വഴിപിഴച്ചവളെ എന്നൊക്കെ രീതിയിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവിനെ അടിച്ചു പുറത്താക്കുവാട്ടോ. മഞ്ജു അവിടെ നിലത്തേക്ക് ഇങ്ങനെ ഉരുണ്ട് വീഴുന്നുണ്ട്. ശേഷം അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റിട്ട് നമ്മുടെ കണ്ണനെയും അതുപോലെ തന്നെ മഹാലക്ഷ്മിനെയും ഒന്ന് വളരെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കാണ്. മഞ്ജുവിന്റെ നോട്ടം കാണുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് വല്ലാത്ത വിഷമം തോന്നണട്ടോ. മഞ്ജു പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാകുമോ എന്ന് മഹാലക്ഷ്മി ആലോചിക്കുകയാണ്. ശേഷം മഞ്ജു അവിടെ നിന്ന് സഹായമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടു കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാട്ടോ. തിരിഞ്ഞ് മഹാലക്ഷ്മിനെയും അതുപോലെ തന്നെ കണ്ണനെ നോക്കുന്നുണ്ടെങ്കിലും അവര് തന്നോട് ഒന്നും തന്നെ പറയുന്നില്ല. സാഗറിനെ രക്ഷിക്കാന്നോ ഒന്നും തന്നെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വിഷമത്തിൽ മഞ്ജു കണ്ണൊക്കെ തുടച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. മഞ്ജു പോയതിനു ശേഷം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടാകുന്നു എനിക്ക് തോന്നുന്നത്. ഇനി സാഗർ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ലായിരിക്കും. അവൾ മഞ്ജുവിനെ ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും സ്നേഹിക്കുന്നുണ്ടാവാം. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും സാഗർ അവൻ തന്നോട് ചെയ്തതൊന്നും എനിക്ക് പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല എന്ന് പറയണം. അവളെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും സഹായിക്കണ്ടേ? വേണം. ആ മേഘനാഥൻ ചെറുതൊന്നല്ല, വലിയ രീതിയിൽ എൻ്റെ അനിയത്തിനെ സങ്കടപ്പെടുത്തിയിരിക്കുന്നത്. അവൾ ചെറുപ്പം മുതൽ അവനെ എത്രമാത്രം പ്രണയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അവനിട്ടൊരു പണി കൊടുക്കണം, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ സഹായിക്കാം എന്ന് കണ്ണൻ മഹാലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട്. ശേഷം മാർക്കോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവളെയും ആ കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് നീ സ്റ്റേഷനിൽ പോയി അവളെ കൊണ്ട് ഒരു പരാതി കൊടുപ്പിക്കണം. മേഘനാഥൻ ചെയ്ത ക്രൂരതകൾ എല്ലാം അവളെ കൊണ്ട് ഒരു പരാതിയായിട്ട് എഴുതി കൊടുക്കണം. ഇനി ഒരു പെണ്ണും അവൻ കാരണം വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ മാർക്കോനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കണ്ണൻ. ശേഷം മാർക്കോ അത് പ്രകാരം നമ്മുടെ മേഘനാഥന്റെ ഭാര്യനെ പോയി കാണുന്നുണ്ട്. പരാതി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്. എന്നിട്ടൊരു മേഘനാഥനെതിരെ ഒരു പരാതി കൊടുക്കുക കേട്ടോ. കരഞ്ഞുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയാണ്. മേഘനാഥന്റെ ഓരോരോ ക്രൂരതകൾ പറയാണ്. എന്നെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്, അയാൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു സ്ത്രീ ലംബടനാണ്, ഒരുപാട് പെണ്ണുങ്ങളുടെ കണ്ണീരുണ്ട്, അയാൾ ഒരുപാട് പെണ്ണുങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ പറയാട്ടോ. പോലീസുകാർ അതെല്ലാം തന്നെ നോട്ട് ചെയ്യുന്നുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, ഇപ്പൊ കല്യാണം കഴിച്ചേക്കുന്ന മഞ്ജുവിനെ തട്ടിപ്പ് പ്രകാരമാണ് വിവാഹം കഴിച്ചേക്കുന്നത്. ഒരുപാട് സ്ത്രീധനം വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ സ്ത്രീധനത്തിന് വേണ്ടി മാത്രമാണ് അവളെ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ശേഷം കണ്ണനെയാണ് കാണിക്കണം. കണ്ണൻ മഹാലക്ഷ്മി അടുത്ത് പറഞ്ഞിട്ട്, താൻ ഒന്നുകൊണ്ട് പേടിക്കണോ, സാഗർ എന്തായാലും ഇന്ന് തന്നെ റിലീസാവും, മഞ്ജുവിന്റെ കൂടെ തന്നെ പോകും, അതേസമയം മേഘനാഥൻ അറസ്റ്റ് ആവുകയും ചെയ്യും. എന്തായാലും സാഗറും മഞ്ജുവും ഒരുമിച്ച് ജീവിക്കട്ടെ. അവര് സാഗർ മഞ്ജുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു തരുമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാം എന്നൊക്കെ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട്. മഹാലക്ഷ്മിക്കും സന്തോഷമാവാണ്, കാരണം അവർക്ക് ജീവിക്കാൻ ഒരു അവസരം കണ്ണൻ കൊടുക്കുന്നുണ്ടല്ലോ എന്നാലോചിച്ചിട്ട്. അതേസമയം മേഘനാഥൻ എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ.
തൻ്റെ സ്വത്തുക്കളും എല്ലാം പോയല്ലോ. എന്തൊക്കെ സ്വപ്നം കണ്ടതാണ്. മഞ്ജുവിനെ വിവാഹം കഴിച്ച് അവിടുത്തെ ഗൃഹനാഥനായി, അവിടുത്തെ കാര്യസ്ഥനായി, അവിടുത്തെ മേൽനോട്ടമൊക്കെ വഹിച്ചും എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കട്ടെ. ഇനി എന്താ അടുത്തൊരു പ്ലാന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മേഘനാഥൻ വണ്ടി എടുത്ത് പോണ സമയത്ത് പോലീസുകാർ മേഘനാഥനെ വട്ടം കുറുകി നിൽക്കുവാട്ടോ. എന്താ സാർ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അതെ താഴ്ന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. എന്താ സാർ, എന്താ പ്രശ്നം? അതെ തന്നെ, ഞങ്ങളൊന്ന് സ്റ്റേഷൻ വരെ കൊണ്ടുപോവാ. എന്നെയോ? ഞാൻ എന്ത് ചെയ്തിട്ടാ സർ? തെറ്റ് ചെയ്തത് അവനാ, ആ സാഗർ എന്റെ ഭാര്യനെ അടിച്ചുകൊണ്ട് പോയത്. തെറ്റും ശരിയൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വന്നിട്ട് നന്നായിട്ട് സംസാരിക്കാം മേഘനിപ്പോ ഒന്ന് ജീപ്പിലേക്ക് കയറിക്കേ എന്ന് പറഞ്ഞിട്ട് മേഘനാഥനെയും കൂട്ടിക്കൊണ്ട് ജയിലിലേക്ക് പോകുവാട്ടോ. അങ്ങനെ മേഘനാഥൻ ആകെ പമ്മി 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 അങ്ങനെ എങ്ങനെയെങ്കിലും പോലീസുകാരുടെ കൂടെ പതുക്കെ പതുക്കെ നടന്നു പോകുന്നുണ്ട്. മേഘനാഥന്റെ ഭാര്യ ഒരു ഇടിവെട്ട് പണി തന്നെയാണ് തനിക്ക് തന്നിരിക്കുന്നത് മേഘനാഥനെ മനസ്സിലാവാണ്. കാരണം അവൾക്ക് മാത്രം മേഘനാഥനെ കുറിച്ചുള്ള സകല രഹസ്യങ്ങളും അറിയുള്ളൂ. വേറെ ആർക്കും മേഘനാഥനെ കുറിച്ചുള്ള രഹസ്യങ്ങളോ ഒരുപാട് കള്ളത്തരങ്ങളോ ഒന്നും തന്നെ അറിയില്ല. മേഘനാഥൻ എന്താണെന്നും ആരാണെന്നൊക്കെ അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവളാണ് പണി തന്നതെന്ന് മേഘനാഥനെ മനസ്സിലാവണം. അങ്ങനെ മേഘനാഥൻ ചെയ്ത ഓരോരോ ക്രൂരതകൾ ഓരോന്ന് എണ്ണി 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 തെളിവ് സഹിതമാട്ടോ മേഘനാഥന്റെ ഭാര്യ മേഘനാഥനെ ഇങ്ങനെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഘന ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തിട്ട് മേഘനാഥനെ കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് മേഘനാഥനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു കാഴ്ച കാണുന്നത്. വേറൊന്നുമല്ല, മേഘനാഥൻ ഇപ്പൊ ആരെയാണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്? മഞ്ജുവിനെയും അതുപോലെ തന്നെ സാഗറിനെയും തന്നെയാണ്. സാഗർ ജയിലിലാണെന്നൊരു സമാധാനത്തിലാണ് മേഘനാഥൻ പുറത്ത് വിലസി നടക്കുന്നത്. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അടി മേഘനാഥനെ കിട്ടിയിരിക്കുന്നത്. മേഘനാഥനെ പോലീസുകാര് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മേഘനാഥൻ നോക്കുമ്പോൾ മഞ്ജുവും അതുപോലെ തന്നെ സാഗറും കൂടി സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാട്ടോ. സാഗറിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചിട്ടാണ് മഞ്ജു സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണത്. ആ ഒരു വരവ് കാണുമ്പോൾ തന്നെ മേഘന്റെ എയർ പോകുന്ന പോലെ തോന്നുവാട്ടോ. മേഘൻ ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കുകയാണ്. സാഗറിന്റെ കൈ നന്നായിട്ട് മഞ്ജു ഇറുക്കി പിടിച്ചിട്ടുണ്ട്. ശേഷം മഞ്ജു ആ സാഗരേട്ട എന്ന് പറഞ്ഞിട്ട് സാഗറിനെ കൂട്ടിക്കൊണ്ട് മേഘനാഥന്റെ മുമ്പിലൂടെ നടക്കാട്ടോ. മേഘനാഥന് ആകെ ചമ്മി നാണം കെടാണ്. നീ എന്തോട്ട് വായം പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കാടോ, വാടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റുവാണ്. മേഘനാഥനെ ഉള്ളിലേക്ക് പിടിച്ചിടാണ് പോലീസുകാര്. മേഘനാഥൻ അവിടെ ആകെ തകർന്നിരിക്കുന്ന സമയത്ത് മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട്, മഞ്ജു നീ ഇവിടെ നിൽക്ക, എനിക്ക് അവനോട് ഒരു രണ്ട് വർത്താനം പറയണം എന്ന് പറഞ്ഞിട്ട് സാഗർ അകത്തേക്ക് പോവാണ്. അപ്പോ മേഘൻ ജയിലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. നോക്കുമ്പോൾ മേഘനാഥന്റെ അടുത്തേക്ക് രണ്ട് കാൽപാദങ്ങൾ ഇങ്ങനെ നടന്നു വരുവാണ്. പതുക്കെ തല ഉയർത്തി നോക്കുമ്പോൾ അത് സാഗറാണ് കേട്ടോ. സാഗർ അഭിമാനത്തോടെ പറയുന്നുണ്ട്, എടാ നിന്റെ ഭാര്യയായി പോയി ചെയ്ത ഒരു തെറ്റ് മാത്രമേ മഞ്ജു ചെയ്തിട്ടുള്ളൂ. അവള് നല്ലൊരു പെൺകുട്ടിയാടാ. അവളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. അവളുടെ കൂടെ ജീവിക്കാനുള്ളതല്ല, അവളുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലടാ. ഇനി നീ നോക്കിയോ ഞാനും മഞ്ജു എങ്ങനെയാണ് ജീവിക്കാൻ പോണേന്ന് എന്ന് പറഞ്ഞിട്ട് മാസ് ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ സാഗർ പുറത്തേക്ക് പോകുക കേട്ടോ. എന്തായാലും നല്ല അടിപൊളി മഹാ എപ്പിസോഡാണ് ഇന്ന് വരാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു വീട്ട് വരാം. ബൈ.